കേരള പോലീസ് യൂണിഫോം ധരിച്ച തെളിവ് നശിപ്പിക്കൽ സേനയായി മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ സംഭവം, ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനമുണ്ടായി, ഒരു DYFI നേതാവ് കൊല്ലപ്പെടുകയും 2 DYFI നേതാക്കൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയതുമായ വിഷയത്തിൽ ആ സ്ഥലം UDYF-ന് വേണ്ടിയിട്ട് ഞാനും ശ്രീ PK ഫിറോസും മറ്റ് നേതാക്കന്മാരോടൊപ്പം ആ സ്ഥലത്ത് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അവിടെ കേരള പോലീസ് യൂണിഫോം ഇട്ട CPM-ന്റെ വാച്ച് ഗാർഡ്സായി മാറുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്ന ചില മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ്. അവിടേക്ക് ചെല്ലാൻ ഒരു തരത്തിലും അനുവദിക്കാതിരിക്കുകയും മാധ്യമപ്രവർത്തകർക്ക് കർശനമായി വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ, തർക്കത്തിനൊടുവിലാണ് ഞങ്ങളെ 2 പേരെ മാത്രം കടത്തിവിടാം എന്ന സാഹചര്യം ഉണ്ടാകുന്നത്. CPM-ന്റെ ഉന്നത നേതാക്കന്മാരിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായും നേതാക്കൾ പറഞ്ഞു. DYFI CPM-ന്റെ പോഷക സംഘടനയല്ല എന്ന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടത് DYFI നേതാക്കന്മാരാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ഒരു പ്രവർത്തകൻ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുകയും വീഡിയോ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ഫോൺ വാങ്ങി പോലീസ് അത് ഡിലീറ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ പകർത്താനോ പോലും അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പോലീസ് മനഃപൂർവ്വം എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. മറ്റൊന്ന്, ഈ പരിക്ക് പറ്റിയ 2 പേർ പോലീസിനോട് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ 2 പേർ ഗുരുതരാവസ്ഥയിലാണ്, ഏത് ആശുപത്രിയിലാണ് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി. ഇവരേത് ആശുപത്രിയിലാണ്, ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, ഇവർ ജീവനോടെ ഉണ്ടോ എന്നതൊക്കെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോലീസിൻ്റെ ഭാഗത്തോളം ഒരു മറച്ചുവെക്കൽ. ആ ചെറുപ്പക്കാർ ആലോചിക്കേണ്ടത്, ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകില്ല, പക്ഷേ DYFI തള്ളിപ്പറയാൻ ഒരു മടിയും ഇല്ല. നിങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല. അപ്പോഴാണോ നിങ്ങളെ എന്ന് ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DYFI CPM-ന്റെ പോഷക സംഘടനയല്ല എന്നൊന്നും പറഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് CPM-ന്റെ പിതൃത്വം ഇല്ലാതെയാകും. നമുക്കറിയാലോ, DYFI-യുടെ സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറത്തെ കാൻഡിഡേറ്റ് അല്ലേ, അദ്ദേഹം മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലോ, CPM സ്ഥാനാർത്ഥിയായിട്ടല്ലേ. അപ്പോൾ CPM-ഉം DYFI-യും തമ്മിൽ ബന്ധമില്ല എന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞാൽ കാര്യം ശരിയാണ്. ഇവരെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന രീതി എടുത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും RSS-ന്റെ പല ബഹുജന സംഘടനകളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോട്ടെ, പക്ഷെ കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടല്ലോ എന്താ നടക്കുന്നത്. പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഫിറോസ്, V സുരേന്ദ്രൻ മാസ്റ്റർ, KP സാജു, സന്തോഷ് കണ്ണമ്പള്ളി, CK മുഹമ്മദ് അലി, VK ഷിബിന, CK നജാഫ് എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, പാനൂർ.